പ്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MS വേർഡിൻ്റെ പാർട്ട് 10 വീഡിയോ ആണിത്. ടാബ് സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബയോഡേറ്റ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ബയോഡേറ്റ ടൈപ്പ് ചെയ്യുന്നതിന് മുൻപ് ഒരു ബയോഡേറ്റയുടെ സ്ട്രക്ചർ എന്തായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലൊന്ന് കാണേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു ബയോഡേറ്റയിൽ ഏറ്റവും മുകളിലായിട്ട് സെൻറ്ററിലായി ബയോഡേറ്റ എന്ന് വലിയ അക്ഷരത്തിൽ ടൈപ്പ് ചെയ്യണം. അത് അണ്ടർലൈൻ ചെയ്യണം. അതിനുശേഷം താഴോട്ട് ലെഫ്റ്റ് സൈഡിൽ നെയിം, അഡ്രസ്സ്, അതുപോലെ മറ്റുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യണം. അവ ഓരോന്നിനും നേരെ വലതുവശത്തായിട്ട് അവയുടെ ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്ത് താഴോട്ട് പോകണം. അതിനുശേഷം താഴെ ഡിക്ലറേഷൻ കൊടുക്കണം. ഡിക്ലറേഷന് താഴെ പ്ലേസ്, ഡേറ്റ്, അതുപോലെ വലതുവശത്തായിട്ട് താഴെ സിഗ്നേച്ചറും കൊടുക്കണം. ഇനി ഇത്രയും കാര്യങ്ങൾ ടാബ് സെറ്റ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ നീറ്റായി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായി നമുക്ക് ആവശ്യമായുള്ള ഫോണ്ട് സെലക്ട് ചെയ്യണം. ഫോണ്ട് ഇവിടെയാണ്. ഇപ്പോൾ ഡിഫോൾട്ടായി കാലിബ്രിയാണ് ഇവിടെ കാണിക്കുന്നത്. അത് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതൊരു സ്റ്റാൻഡേർഡ് ഫോണ്ട് സ്റ്റൈലാണ്. അതല്ല മറ്റു വല്ല ഫോണ്ട് സ്റ്റൈൽസും വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും എടുക്കാവുന്നതാണ്. ഏരിയൽ, ടൈംസ് ന്യൂ റോമൻ, അതൊക്കെ സ്റ്റാൻഡേർഡ് ഫോണ്ട് സ്റ്റൈൽസ് ആണ്. എപ്പോഴും ബയോഡേറ്റയ്ക്ക് ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടുന്ന ഒരു ഫോണ്ട് സ്റ്റൈൽ വേണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നീട് ഇവിടെ നിന്ന് നമുക്ക് ഫോണ്ടിൻ്റെ സൈസ് സെറ്റ് ചെയ്യാം. ഫോണ്ട് സൈസ് 1-2 ലെവൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ നിന്ന് നമുക്കത് ചെയ്യാവുന്നതാണ്. അതല്ല അല്പം കൂടിയ ഫോണ്ട് സൈസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് കുറഞ്ഞ ഫോണ്ട് സൈസാണ് വേണ്ടതെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, ബയോഡേറ്റ എന്ന് അല്പം വലുതായി തന്നെ ടൈപ്പ് ചെയ്യണം. അതിനായി നമുക്ക് ഒരു 18 സെറ്റ് ചെയ്യാം. പിന്നീട് ബോൾഡ് കൊടുക്കാം, അണ്ടർലൈൻ കൊടുക്കാം. അതിനുശേഷം സെൻട്രലൈസായി സെറ്റ് ചെയ്യാം. ഇനി ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത ശേഷം ബയോഡേറ്റ എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി എൻ്റർ കീ പ്രസ് ചെയ്ത് താഴേക്ക് വരിക. അപ്പോഴും ബോൾഡ്, അണ്ടർലൈൻ, സെൻട്രലൈസ് ഇതൊക്കെ ആക്റ്റീവായി കിടക്കുന്നത് കാണാം. ഇനി നമുക്ക് അത് ആവശ്യമില്ലാത്തത് കൊണ്ട് ഇതൊക്കെ നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാം. ഇനി ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യാം. പിന്നീട് ഫോണ്ട് സൈസ് ഒരു 12 സെറ്റ് ചെയ്യാം. ഇനി അടുത്തതായി ടാബാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ബയോഡേറ്റ നടുക്കാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഏകദേശം ഈ ഭാഗത്തായിട്ട് വേണം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മാറ്ററിൻ്റെയും സെൻറ്റർ പൊസിഷൻ വരാനായി. അതുകൊണ്ട് ഇവിടെ നമ്മൾ ആദ്യത്തെ ലൈനിൽ നെയിം കൊടുത്ത ശേഷം ഇവിടെ ഒരു കോളൻ നമ്മൾ കൊടുക്കുമല്ലോ, ആ കോളൻ ഈ ഭാഗത്തായിട്ട് ഒരു 3 നമുക്ക് സെറ്റ് ചെയ്യാം. കോളന് വേണ്ടിയുള്ള ടാബ് ലെഫ്റ്റ് ടാബോ സെൻറ്റർ ടാബോ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു ക്യാരക്ടർ മാത്രമല്ല നമ്മൾ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ഇനി അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നത് ഈ ടാബിന് ശേഷം ഒരു 2 പോയിന്റ് റൈറ്റിലോട്ട് മാറ്റി ഒരു ടാബ് സെറ്റ് ചെയ്തുകൊണ്ടാവാം. ഇവിടെ ലെഫ്റ്റ് ടാബ് വേണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ലെഫ്റ്റ് അലൈൻഡ് ആയിട്ട് വേണം ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ കഴ്സർ ഇവിടെ നിൽക്കുകയാണ്. ഒരു ലെവലും കൂടി നമുക്ക് താഴ്ത്തി കൊടുക്കാം. എൻ്റർ കീ ഒരു തവണ പ്രസ് ചെയ്ത് നമുക്കങ്ങനെ ഒരു ലെവലും കൂടെ താഴ്ത്താം. ഇനി നമുക്ക് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. പിന്നീട് ടാബ് കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ ടാബ് പൊസിഷനിലാണ് കഴ്സർ ഇവിടെ വന്ന് നിൽക്കുന്നത്. അവിടെ നമുക്കൊരു കോളനാണ് കൊടുക്കേണ്ടത്. വീണ്ടും ടാബ് കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ ടാബ് പൊസിഷനിലാണ് കഴ്സർ വന്ന് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ പേരാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം എൻ്റർ ചെയ്യുക. പിന്നീട് അടുത്തത് ടൈപ്പ് ചെയ്യുക. ടാബ് കോളൻ ടാബ്, പേര് ടൈപ്പ് ചെയ്യുക. എൻ്റർ. ടാബ് കോളൻ ടാബ്, അടുത്തതായി അഡ്രസ്സ്, ഒരു കോമ ഇട്ട് കൊടുത്ത് പിന്നീട് ഒരു സ്പേസ് ഇട്ട് കൊടുത്ത് 2-3 കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അടുത്ത ഒരു ലൈനും കൂടി വേണമെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് ടാബ് കീ പ്രസ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടി ടാബ് കൊടുക്കുക. അതിന് താഴെ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്.
പിന്നെ എൻ്റർ ചെയ്യുക കോൺടാക്റ്റ് നമ്പർ, എൻ്റർ ഇമെയിൽ ID, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇതൊരു ഹൈപ്പർ ലിങ്ക് ഫോമിൽ വരുന്നത് കാണാം. അതായത് ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ലിങ്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മെയിലിലേക്ക് പോകത്തക്ക വിധത്തിൽ ഇത് ആ ഒരു ഫോമാറ്റിലോട്ട് വരുന്നത്, ചേഞ്ചായി വരുന്നത് കാണാം. അപ്പോൾ ഇത് മാറ്റാനായി ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പിന്നീട് റിമൂവ് ഹൈപ്പർ ലിങ്ക് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും റൈറ്റ് സൈഡിൽ കഴ്സർ കൊണ്ടുപോയ ശേഷം ഒന്നും കൂടി എൻ്റർ ചെയ്താൽ വീണ്ടും അങ്ങനെ തന്നെ വരുന്നതായിരിക്കും. അതൊഴിവാക്കാനായി ഇവിടെ നിന്നും എൻ്റർ ചെയ്ത് താഴേക്ക് വരാതെ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോഴും എപ്പോഴും സ്റ്റാൻഡേർഡ് ഫോമാറ്റായ DD MM YY ആ ഒരു ഫോമാറ്റിൽ കൊടുക്കുക. അതായത് ഡേറ്റ് ആദ്യം കൊടുക്കുക, പിന്നീട് ഒരു ഹൈഫനോ അല്ലെങ്കിൽ ഒരു സ്ലാഷോ ഇട്ട ശേഷം മന്ത് കൊടുക്കുക, അതിനുശേഷം ഒരു ഹൈഫനോ അല്ലെങ്കിൽ ഒരു സ്ലാഷോ ഇട്ട ശേഷം ഇയർ കൊടുക്കുക. ഇതല്ലെങ്കിൽ മറ്റൊരു ഫോമാറ്റ് ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം ഹൈഫൻ കൊടുക്കുക, പിന്നീട് മന്തിൻ്റെ ആദ്യത്തെ 3 ലെറ്റേഴ്സ് കൊടുക്കുക, പിന്നീട് ഹൈഫൻ, അതിനുശേഷം ഇയർ കൊടുക്കുക. ഈ 2 ഫോമാറ്റിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക, ഇപ്പോൾ കഴ്സർ ഇങ്ങനെ താഴെ നിൽക്കുകയാണ്. നമുക്ക് ടൈപ്പ് ചെയ്യുന്നത് എല്ലാം കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് താഴേക്ക് വരണം. ഒന്നേ മൗസിൻ്റെ സ്ക്രോൾ വീൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ബാർ ഉപയോഗിച്ച് നമുക്ക് താഴേക്ക് വരാം. ഇവിടെ ലാംഗ്വേജസ് കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്. അത് നമുക്ക് നമ്പർ ഇട്ട് ലിസ്റ്റ് ചെയ്യാം. എൻ്റർ ചെയ്യുക, പിന്നീട് ടാബ്, വീണ്ടും ടാബ്, 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 നമുക്ക് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. കാരണം സ്കിൽസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ജോലിയിൽ നമ്മളെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ. ഒന്നിൽ കൂടുതൽ സ്കിൽസ് ഉണ്ടെങ്കിൽ അത് നേരത്തെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് കൊടുത്തതുപോലെ ലിസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്.
അടുത്തതായി നമുക്ക് എവിടെയെങ്കിലും വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ ഫ്രഷർ എന്ന് കൊടുത്തിരുന്നാൽ മതി. അതുപോലെ എക്സ്പീരിയൻസ് ഒന്നോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. ഇനി അടുത്തതായി ഒരു 2 ലൈൻ സ്പേസിംഗ് കൊടുത്ത ശേഷം ഡിക്ലറേഷൻ കൊടുക്കാം. കോളൻ ഇട്ട് അതിനുശേഷം നമുക്ക് അണ്ടർലൈൻ ചെയ്യണം. പിന്നീട് അണ്ടർലൈൻ കളഞ്ഞ ശേഷം എൻ്റർ ചെയ്യുക. അതിനുശേഷം ഡിക്ലറേഷൻ ടൈപ്പ് ചെയ്യുക. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് പിന്നീട് ഒരു 2 ലൈൻ സ്പേസിംഗ് കൊടുക്കുക. അതിനുശേഷം പ്ലേസ്, എൻ്റർ ചെയ്യുക. അങ്ങനെ എൻ്റർ ചെയ്തപ്പോൾ ഇപ്പോൾ അടുത്ത പേജിലേക്ക് വന്നു. അതായത് ഫസ്റ്റ് പേജിൽ സ്പേസ് തീർന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഇപ്പോൾ നമുക്ക് പ്ലേസ് കഴിഞ്ഞ് ഡേറ്റ് മാത്രം കൊടുത്താൽ മതി. വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇനി കൊടുക്കാനില്ല. അതുകൊണ്ട് ഈ ഡേറ്റ് എന്നുള്ളത് ഇവിടെ നമുക്ക് ലൈൻ സ്പേസിംഗ് കുറച്ച് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസോ മറ്റോ അങ്ങനെ കൂടുതൽ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സ്പേസ് താഴോട്ട് വേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഡിക്ലറേഷൻ അതുപോലെ നമുക്ക് അടുത്തൊരു പേജിലേക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 ലൈൻ സ്പേസിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരെണ്ണം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിനായിട്ട് മൗസ് പോയിന്റർ ഇവിടെ കൊണ്ടുവരിക, ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. പിന്നീട് ഇവിടെ ഡേറ്റ് എന്ന് കൊടുക്കാവുന്നതാണ്. ഡിലീറ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ മുകളിലേക്ക് കഴ്സർ വരുന്നതായിരിക്കും. താഴെ വന്ന പുതിയ പേജ് പോകുന്നതുമായിരിക്കും. പിന്നെ ഈ ഡേറ്റിൻ്റെ അതേ ലൈനിൽ തന്നെയാണ് റൈറ്റ് സൈഡിൽ സിഗ്നേച്ചർ കൊടുക്കേണ്ടത്. അതുകൊണ്ട് സ്പേസ് ബാർ ഉപയോഗിച്ച് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരാം. സ്പേസ് ബാർ ലോങ് പ്രസ് ചെയ്യുക. അല്പം റൈറ്റിലോട്ട് പോയെങ്കിൽ ബാക്ക് സ്പേസ് ഉപയോഗിച്ച് നമുക്ക് ലെഫ്റ്റിലോട്ട് വരാവുന്നതാണ്. ഇനി അവിടെ സിഗ്നേച്ചർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി നമുക്ക് അല്പം കൂടി റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ സൈൻ ചെയ്യുമ്പോൾ ഈ റൈറ്റ് മാർജിൻ കീപ്പ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സിഗ്നേച്ചർ നിൽക്കുന്നതായിരിക്കും. ഇനി ഈ ബയോഡേറ്റയ്ക്ക് ഒരു ബോർഡർ നമുക്ക് കൊടുക്കാം. അതിനായി ഡിസൈൻ ടാബ് സെലക്ട് ചെയ്യുക. പിന്നീട് പേജ് ബോർഡേഴ്സ് അത് സെലക്ട് ചെയ്യുക. ഇവിടെ ബോർഡറിൻ്റെ ലൈൻ സ്റ്റൈലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് തന്നെ മതിയാകും. ഇത് സ്റ്റാൻഡേർഡ് സ്റ്റൈലാണ്. വേറെ സ്റ്റൈൽസ് താഴോട്ട് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഇത് തന്നെ ചൂസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ ബോക്സ് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇങ്ങനെ ബോർഡർ വന്നു. ഇനി ഇതിലും കുറച്ചും കൂടി ബെറ്ററായിട്ട് മറ്റൊരു രീതിയിൽ റെസ്യൂം തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കോളം സെറ്റ് ചെയ്തും ടേബിൾ സെറ്റ് ചെയ്തുമൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും സ്കിൽസും ഒക്കെ കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ മറ്റ് ഡീറ്റെയിൽസൊക്കെ ചെറിയൊരു പാരഗ്രാഫ് മോഡലിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത്തരത്തിലുള്ളതൊക്കെ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. എന്നാൽ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് പോലുള്ള വലിയ കമ്പനീസിൽ നമ്മുടെ ബയോഡേറ്റ കൊടുക്കുമ്പോൾ അതിന് ATS കംപ്ലയൻസ് ആവശ്യമായി വരും. ATS എന്നാൽ ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റമാണ്. അതായത് അത്തരത്തിലുള്ള കമ്പനീസ് ഒരു ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് ഒരു ആഡോ മറ്റോ കൊടുക്കുമ്പോൾ ധാരാളം ആപ്ലിക്കേഷൻസ് ആയിരിക്കും അവർക്ക് ലഭിക്കുന്നത്. അത് മാനുവലായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് അവർക്ക് ഒരുപക്ഷെ സാധിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് അവരതിനായി ATS എന്ന സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇങ്ങനെ അവർക്ക് ധാരാളമായിട്ട് ലഭിക്കുന്ന ബയോഡേറ്റകളിൽ നിന്നും അവർക്ക് ആവശ്യമുള്ള ബയോഡേറ്റ മാത്രം സെലക്ട് ചെയ്യുന്നത്.
അത്തരത്തിൽ നമ്മുടെ ബയോഡേറ്റ സെലക്ട് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോലും സാധിക്കുകയുള്ളൂ. ഒരു ഇൻ്റർവ്യൂ കോള് വരണമെങ്കിൽ പോലും നമ്മുടെ ബയോഡേറ്റ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടണം. അതുകൊണ്ട് ഈ ട്രാക്കിംഗ് സിസ്റ്റം, അതായത് ആ സോഫ്റ്റ്വെയർ എത്തരത്തിലാണോ ഒരു ബയോഡേറ്റ റീഡ് ചെയ്യുന്നത്, അത്തരത്തിൽ വേണം നമ്മൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മുടെ ബയോഡേറ്റ കൊടുക്കുമ്പോൾ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. ആ സോഫ്റ്റ്വെയർ എന്തെല്ലാം കീവേഡ്സ് ആണോ നോക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണോ ഇതിൽ നിന്നും അത് സോർട്ട് ഔട്ട് ചെയ്തെടുക്കുന്നത്, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ബയോഡേറ്റ തയ്യാറാക്കാൻ. ആ കമ്പനി ആവശ്യപ്പെടുന്ന എല്ലാ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും സ്കിൽസും ഒക്കെ നമുക്ക് ചിലപ്പോൾ കാണും. പക്ഷേ അത് ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ ആ സിസ്റ്റം അത് റീഡ് ചെയ്യില്ല. അങ്ങനെ നമുക്ക് ആ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുവാനോ നമ്മുടെ എബിലിറ്റീസ് അവിടെ ഇൻ്റർവ്യൂ പാനലിൽ നമുക്കത് അവരെ ധരിപ്പിക്കുവാനോ നമുക്കവിടെ ജോലിക്ക് അവരെ സെലക്ട് ചെയ്യപ്പെടാനോ ഒന്നും നമുക്ക് ചാൻസ് ലഭിക്കാതെ പോകും. അതുകൊണ്ട് ATS കംപ്ലയൻസ് കീപ്പ് ചെയ്തുകൊണ്ട് വേണം അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ബയോഡേറ്റ തയ്യാറാക്കേണ്ടത്. അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് പഠിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.